ഗിത്താർ എവിടെ നിന്നാണ്? ഗിറ്റാർ പഠിച്ചെന്ന് പറയാൻ പറ്റില്ല. 2 മാസം ക്ലാസ്സിൽ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ക്ലാസ്. എനിക്ക് ഇങ്ങനെ പിടിക്കാനട്ടെ ഞാൻ ഇച്ചിരി ഉള്ളേ 4 പോലത്തെ ഒരു മനുഷ്യനായിരുന്നു, കുഞ്ഞായിരുന്നു. അപ്പൊ ഈ ഗിറ്റാർ പിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ്. ആകെ ഒരു ഗിറ്റാറേ ഉള്ളു, ചെറിയ ഗിറ്റാർ. അപ്പൊ അതിന് ഭയങ്കര തിരക്കാണ്, ബുക്കിംഗ് ആണ് അവിടെ ചെല്ലുമ്പോ. അപ്പൊ ഞാൻ ചെല്ലുമ്പോ വേറെ എന്നോട് എടുത്തിട്ടുണ്ടാവും. അതൊരു 10 മിനിറ്റ് ഇങ്ങനെ വായിക്കാൻ കിട്ടും, പിന്നെ അതങ്ങോട്ട് പോകും. പിന്നെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ എല്ലാവരും പോകാൻ വേണ്ടി കാത്തിരിക്കണം ഇത് കിട്ടാൻ വേണ്ടിട്ട്. അപ്പൊ 2 മാസം ക്ലാസ് കഴിഞ്ഞപ്പോ വെക്കേഷൻ ആയിരുന്നു. ഈ ഏപ്രിൽ മെയ് വെക്കേഷൻ കഴിഞ്ഞ പിന്നെ ഈ ക്ലാസ്സിൽ പോകാനുള്ള ബുദ്ധിമുട്ട്. ശനി ഞായറൊക്കെ കഴിഞ്ഞ് പിന്നെ ക്ലാസ് ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇട ദിവസങ്ങളിലായി ക്ലാസ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ക്ലാസ് ബ്രേക്കായി, പിന്നെ പതിയെ നിർത്തി. പിറ്റേ വർഷം അത് ഞാൻ മ്യൂസിക് പഠിക്കാൻ വേണ്ടി കയറി. ട്രീസ എന്ന് പറഞ്ഞ ടീച്ചറായിരുന്നു, CSE തന്നെ, കർണാട്ടിക് മ്യൂസിക് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ട്രീസ ടീച്ചറിൻ്റെ ക്ലാസ്സിലാണ് പിന്നീട് കയറുന്നത്. അതിങ്ങനെ വർഷങ്ങളോളം അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് ഒന്ന് ബ്രേക്കായി. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ പഠനമൊക്കെ നിന്ന് പോയി. അപ്പം ഞാൻ പണിക്ക് പോയി, മരപ്പണിക്കാണ് പോയത്. അങ്ങനെ ഒരു 3-4 വർഷത്തോളം മരപ്പണിയായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പോണായിരുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ പിന്നെ പാട്ട് ഒന്നുമില്ല, ഫുൾ ബ്ലാങ്ക്. ഓ ശരി, അവിടെ വെച്ച് നിർത്തി. പാട്ടും ഇല്ല, ഒന്നുമില്ല, മത്സരങ്ങളില്ല. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ വർഷവും ഇങ്ങനെ കോമ്പറ്റീഷൻസ് ഉണ്ടാകും, യൂത്ത് ഫെസ്റ്റിവൽ അത് കിട്ടാൻ. പക്ഷെ ഈ ഒരു ടച്ച് വിട്ടു, എല്ലാം പോയി.